ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ അല്ലേ? ഒത്തിരി നാളായില്ല നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇമ്പോർട്ടൻ്റ് അല്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? അതായത് നമ്മുടെ മൂക്കിൻ്റെ മുകളിൽ കൂടെ ഇവിടെ ഒരു ലൈൻ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ എനിക്ക് കണ്ടു, ഇവിടെ ഒരു ലൈൻ വരുന്നുണ്ട്. ആക്ച്വലി ഇത് കുറച്ച് ഭയങ്കര ഡാർക്കായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ ഈയിടെ ഒരു ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഇതിൻ്റെ കാര്യത്തിനല്ല പോയത്, വേറെ ഒരു ഇത് പനിയോ അതുപോലെ എന്തോ ആയിട്ട് ഞാൻ ഡോക്ടർ പോയപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു അലർജി ഉണ്ടോ എന്ന് ചോദിച്ചു. ഇങ്ങനെ തുമ്മൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട് പറഞ്ഞു. ഇങ്ങനെ മനസ്സിലായെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഈ മൂക്കിൻ്റെ മുകളിൽ വരുന്ന ഈ ലൈൻ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു അതായത് ഈ ഭയങ്കര നോസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഒരു സ്മെല്ല് കാണുമ്പോഴത്തേനും തുമ്മുക, അങ്ങനത്തെ അലർജി ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് സ്കിൻ അലർജി ഒന്നുമല്ല, ഈ അലർജീനെ കുറിച്ച് ഭയങ്കരമായിട്ട് സ്നീസ് ചെയ്യുന്ന ടൈപ്പ് അലർജി ഇല്ല, അങ്ങനത്തെ കുക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ട്രോങ് സ്മെല്ലടിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് തുമ്മില്ലേ. പിന്നെ അതേപോലെ മിസ്റ്റുള്ള സമയത്ത് സ്മോക്ക്, അങ്ങനെ എന്തും സ്മെല്ല് തീരെ പറ്റാത്ത ആൾക്കാർ, ഓക്കെ, അങ്ങനത്തെ പ്രശ്നമുള്ളവർക്ക് വരുന്നതാണ് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒത്തിരി തുമ്മുന്ന സമയത്ത് എന്താക്കും, നമ്മൾ മൂക്ക് ഇങ്ങനെ ആക്കും, ഇട്ട് വലിക്കും, ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ആക്കും, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യില്ലേ. സോ അങ്ങനെ ചെയ്യുമ്പോൾ വരുന്നതാണ് ഈ ലൈന്. ഇപ്പോൾ ചിലവർക്ക് ഇങ്ങനത്തെ തുമ്മൽ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ അവർക്ക് ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ കൈ ഇങ്ങനെ ആക്കണം, ഇങ്ങനെ വലിക്കും, ഇങ്ങനെ ആക്കും, എന്തെങ്കിലുമൊക്കെ മൂക്കിൽ തൊട്ടുകൊണ്ടേയിരിക്കും. സോ അവർക്കും ഈ ഒരു പ്രശ്നം കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിറയെ പേര് പറയുന്നത് ബ്ലാക്ക് ഹെഡാണ്, പിന്നെ ഏജിങ് കാരണം കൊണ്ട് വരുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതല്ല, ആക്ച്വലി ഇത് ഇങ്ങനത്തെ അലർജി ഉള്ളവർക്ക് വരുന്നതാണ് ഈ പ്രശ്നം, പ്രത്യേകിച്ച് തുമ്മലുള്ള അലർജി. ഇപ്പം എനിക്ക് ഡിസംബറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഡെയിലി ഇതിനൊരു എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ ഒരു 10-50 തുമ്മൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ കൈ വെച്ചാൽ തുമ്മും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒരു മരുന്ന് കഴിച്ചാൽ മാത്രമേ ശരിയാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ പ്രശ്നമുള്ളപ്പോൾ നമ്മൾ മൂക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആക്കും, അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് മാക്സിമം കൈ കൊണ്ട് ഇങ്ങനെ മൂക്ക് ഒത്തിരി തൊടാതെയും ഇങ്ങനെ മൂക്കിട്ട് ഇങ്ങനെ ചെയ്യാതെയും ഇങ്ങനെ ആക്കുക, കർച്ചീഫ് വെച്ച് ഇങ്ങനെ ചെയ്യുക, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കണം. അപ്പോൾ ഇത് മാക്സിമം കുറഞ്ഞോളും എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ചെറിയ ക്രീം അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി. പക്ഷേ ആക്ച്വലി ക്രീമിനേക്കാളും ഈ മാക്സിമം കൈ കൊണ്ട് മൂക്ക് തൊടാതിരിക്കുക, അതാണ് മെയിൻ വേണ്ടതെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് പറഞ്ഞത്. സോ അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ നന്നാണ്. അതിൻ്റെ കൂടെ ഞാനൊരു സ്കിൻ കെയറും കൂടെ ചെയ്തായിരുന്നു, ഈ ഒരു ലൈനിന് വേണ്ടി മാത്രം. നമ്മൾ പണ്ട് ചിക്കൻ ബോക്സ് ഒക്കെ വരുന്ന സമയത്ത് മാർക്ക് പോകാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, രക്തചന്ദനം അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പാക്കും കൂടെയാണ് ഞാൻ ചെയ്തത്. അതിങ്ങനെ നമ്മൾ മൂക്കിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുക. രക്തചന്ദനം എടുക്കുക, രക്തചന്ദനത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ നമുക്ക് കട്ടയുണ്ടെങ്കിൽ അരച്ചെടുത്താലും മതി. അതിൻ്റെ കൂടെ തേൻ ചേർക്കുക, നന്നായി മിക്സ് ചെയ്യുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. അത് ഫ്രിഡ്ജിലും എടുത്ത് വയ്ക്കാം. അപ്പോൾ കണ്ടല്ലോ, ഈ പാക്കാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു 3 months എങ്കിലും മിനിമം ഡെയിലി ഉപയോഗിക്കണം, അതാണ് വേണ്ടത്. എന്നാൽ കുറേയൊക്കെ മാറും. പിന്നെ അതേപോലെ തന്നെ കൈ കൊണ്ട് ഇങ്ങനെ തൊടാതിരിക്കുക, ഈ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ അലർജി പോലത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിരിക്കരുത്. ഒരു നമ്മളിപ്പോൾ കടുക് വറുക്കുമ്പോൾ ഒരു തുമ്മൽ, അതൊന്നും വലിയ എല്ലാവർക്കും വരുന്നതാണ്. അല്ലെങ്കിൽ ഒരു മുളക് പൊടി തട്ടുന്ന സമയത്ത് ഒരു തുമ്മൽ, പക്ഷേ അതേ ഒരു 10, 20, 30, 40 എന്നൊക്കെ പറഞ്ഞാൽ ചിലർ തുമ്മും. ഞാനൊക്കെ ആ കേസാണ്. സോ അങ്ങനെയുള്ളവർ ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണിക്കുക, അതിനുള്ള മരുന്നെടുക്കുക, മാക്സിമം ഇത് കുറയ്ക്കാൻ നോക്കുക. കാരണം നമുക്ക് പിന്നെ എപ്പോഴും ഈ സ്മെല്ലിനോട് സെൻസിറ്റീവ് ആയിരിക്കും. നമ്മൾ എന്തൊരു സ്മെല്ലടിച്ചാലും നമുക്ക് തുടർന്ന് ഇങ്ങനെ സ്നീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. അത് ഭയങ്കര തുടക്കത്തിലേ അത് മാറ്റുന്നതായിരിക്കും നല്ലത്. നല്ലൊരു ഡോക്ടറെ കണ്ട് അതൊക്കെ മാറ്റുക. അതിൻ്റെ കൂടെ തന്നെ കൈയ്യെടുത്ത് ഇങ്ങനെ മൂക്കിലൊന്നും തൊടാതിരിക്കുക. അതിൻ്റെ കൂടെ ഈ സ്കിൻ കെയറും കൂടെ നോക്കുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന്. ഇതാണ് DIY എന്ന് പറയുന്ന ഒരു ഇത്. സോ ഇതെടുക്കുക മൂക്കിൻ്റെ മുകളിൽ. എനിക്കിത് ഭയങ്കര ഡാർക്കായിരുന്നു ആക്ച്വലി. അപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നന്നായി ഇങ്ങനെ എടുത്ത് കാണുമായിരുന്നു ഞാൻ നിന്നാൽ തന്നെ. എല്ലാവരും ചോദിക്കാൻ തുടങ്ങി ഇതെന്താ ഇങ്ങനെ ലൈൻ വരുന്നതെന്ന്. കാരണം ആദ്യമൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ എന്താ പറയുക അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ചും കൂടെ ഇങ്ങനെ കൂടി വരുന്നുണ്ട് ഈ തുമ്മൽ എന്ന് പറയുന്ന സംഭവം. ഇല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിപ്പോൾ കൈ കൊണ്ട് ഭയങ്കരമായിട്ട് മൂക്കിട്ട് ഇങ്ങനെ ആക്കുമായിരുന്നു. അങ്ങനെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു പാക്ക് ഈ ഒരു ലൈനിൻ്റെ മുകളിലിടുക. അതുപോലെ നമുക്ക് മാർക്സ് ഉള്ളവിടെയൊക്കെ നമുക്ക് ഇടാം കേട്ടോ, അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഇതുപോലെ അപ്ലൈ ചെയ്യുക, നന്നായിട്ട് ഉണങ്ങുന്ന അതിന് ശേഷം സ്ക്രബ് ചെയ്യുകയൊന്നും വേണ്ട, അതങ്ങനെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. അപ്പോൾ ഇത് ഉണ്ടാക്കി ബോട്ടിലിനകത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഡെയിലി ഉപയോഗിക്കുക. അത് ഏതെങ്കിലും ഒരു നേരം നിങ്ങൾ പഠിക്കുന്ന സമയത്തോ, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യുക, നന്നായി ഉണങ്ങിയതിന് ശേഷം പോയി വാഷ് ചെയ്യുക. അതേപോലെ കുക്ക് ചെയ്യുന്ന അമ്മമാരൊക്കെ ആണെങ്കിൽ രാവിലെയോ വൈകുന്നേരം കുക്ക് ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്യുക. എല്ലാം കഴിഞ്ഞതിന് ശേഷം മുഖമൊന്ന് വാഷ് ചെയ്യുക, അപ്പോൾ അതിങ്ങ് പോയിക്കോളും. സോ ഇതുപോലെ തന്നെ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് വെച്ച് നന്നായി ഉണങ്ങിയതിന് ശേഷം വാഷ് ചെയ്ത് കളയുക, അത്രയേ ഉള്ളൂ. നല്ല മാറ്റം ഉണ്ടാകും. അതേപോലെ ഇത് നന്നായിട്ട് ഉണങ്ങി ഇനി എന്തായാലും അതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ.
അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ, 3 കാര്യങ്ങൾ. അലർജി ആണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. അതേപോലെ തന്നെ മൂക്കിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മുക, ഇങ്ങനെ ആക്കുക, മൂക്കിങ്ങനെ വലിക്കുക, കർച്ചീഫ് കൊണ്ട് ചുമ്മാ നമ്മളിങ്ങനെ ചെയ്യുക. അത് സെക്കൻഡ് തിങ്. പിന്നെന്താ, അത് തന്നെ. പിന്നെ ഒരു സ്കിൻ കെയർ, ആ ഒരു രക്തചന്ദനത്തിൻ്റെ ഒരു പാക്ക്. ഇത് 3 ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ലൈൻസ് മാറും, ശരിക്കും നല്ല നീറ്റായിട്ട് മാറും. അതേപോലെ അലർജിയുള്ള ആൾക്കാർ ഇങ്ങനത്തെ പ്രശ്നം കാണണമെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുക, അതിനുള്ള മരുന്നൊക്കെ കഴിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായി കാണുന്നതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.